കേരള യാത്രയുടെ വിജയത്തിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. എൻ്റെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു ഈ യാത്ര. പ്രവർത്തകരുടെ സ്നേഹവും ജാഥ വിജയിപ്പിക്കാനുള്ള അതിലെ അംഗങ്ങളുടെ കഠിനയത്നവും വളണ്ടിയർമാരുടെ മരണ പോരാട്ടവും പ്രവർത്തകന്മാരുടെ കായിക അധ്വാനവും എല്ലാം കൂടിച്ചേർന്നപ്പോഴാണ് ഈ ജാഥ വിജയിച്ചത്. സത്യത്തിൽ അതിന് നേതൃത്വം കൊടുത്തത് ഞാനല്ല, നിരവധി നേതാക്കന്മാരാണ്, ജാഥ അംഗങ്ങളാണ്, അതുപോലെ തന്നെ ജാഥയുടെ ഭാരവാഹികളാണ്. അവരുടെ പ്രസംഗങ്ങളാണ് സത്യത്തിൽ ജാഥയുടെ സന്ദേശം ലോകത്തിന് എത്തിച്ചത്. ആ ജാഥ എന്തുകൊണ്ടും അതുകൊണ്ട് തന്നെ പ്രത്യേകത നിറഞ്ഞതായിരുന്നു. മീഡിയയിൽ എല്ലാ തലത്തിലും വാസ്തവത്തിൽ ഈ ജാഥയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ ഉരുണ്ടുകൂടിക്കൊണ്ടുവരുന്ന തീവ്രവാദവും അതുപോലെ തന്നെ ഫാസിസവും ഒക്കെ മീഡിയയും വളരെ ഗൗരവത്തിൽ കാണുന്ന ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുന്നു എന്ന് വന്നപ്പോൾ തീർച്ചയായും അത് വേണ്ടതാണ് എന്നുള്ളൊരു വികാരം അവരും വെച്ചു പുലർത്തി എന്ന് വേണം കരുതാൻ. അവരുടെ പ്രചരണ രീതികളും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത് തോന്നിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, യുവാക്കൾ കർമ്മനിരതരായി ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയകളിലും എന്ന് വേണ്ട എല്ലാ തലത്തിലും നിറഞ്ഞു നിന്നു. ഉപയോഗിച്ചതൊക്കെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആണ്. ഓരോ സ്ഥലത്തും നിറഞ്ഞു നിന്ന യുവാക്കളും അതുപോലെ തന്നെ പ്രായം ചെന്നവരും പൊതുസമൂഹവും അതിലെ വൈവിധ്യവുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജാഥയുടെ പ്രമേയവും ജാഥയിൽ പറയുന്ന കാര്യങ്ങളും ഐക്യമാണ് ഉണ്ടാക്കുന്നത്, സ്പർദ്ധ കുറക്കാൻ ഏറെ ഉപകരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ ജാഥയുമായി സഹകരിച്ചവർ എന്ന് പറയുമ്പോൾ നാനാജാതി മതസ്ഥരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നേതാക്കളും എഴുത്തുകാരും ബുദ്ധിജീവികളും അങ്ങനെ വലിയൊരു നീണ്ട നിരയുണ്ട്. വിവിധ സമുദായ നേതാക്കൾ. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വേദിയാണ് എന്നുള്ളത് പോലും മറന്നുകൊണ്ട് ഞങ്ങളുടെ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് അത്ഭുതകരം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമേയം പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന ബോധ്യമാണ് അതിന് കാരണം. അതിന് ആരുടെ എതിർപ്പുണ്ടായാലും ഞങ്ങളുടെ വേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ അനിഷ്ടമുണ്ടാവാം എന്ന് അറിയാത്തവരെന്ന് അല്ല അവരാണ്. പക്ഷേ ഈ പ്രമേയം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന ചിന്ത അവരെ നയിച്ചു എന്ന് വേണം കരുതാൻ. ഈ ജാഥ ഇത്ര വലിയൊരു വിജയം ആക്കിയ ഈ സംഭവത്തെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ കഠിനമായ യത്നമുണ്ട്. ജാഥയുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാം ഒഴിവാക്കി ഊണും ഉറക്കവും ഒഴിഞ്ഞ് അതിൻ്റെ കൂടെ നിന്ന വളണ്ടിയർമാർ തൊട്ട് ഉന്നത നേതാക്കൾ വരെ ഉള്ളവരുടെ റോള് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക എൻ്റെ കയ്യിൽ തന്ന് ശംഖുമുഖത്ത് അവസാനിക്കുന്നവരെ കേരളം കൂടെ നിന്നു എന്ന് ഞാൻ പറയും. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയുന്നു.